അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട 4ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് വേണ്ടിയാണ്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 4 അഹ്കാമുൽ ഇസ്ലാം ആനുവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 4 ഇതുവരെ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്ത് വേണമെങ്കിൽ കൂട്ടുകാർ എൻ്റെ ചാനൽ പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ എളുപ്പത്തിൽ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കിപ്പോൾ അഹ്കാമുൽ ഇസ്ലാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്നതിന് മുമ്പ് കൂട്ടുകാർ എല്ലാവരും പാഠഭാഗം നല്ലവണ്ണം വായിച്ച് മനസ്സിലാക്കുക. പാഠഭാഗം വായിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ പ്രവർത്തനം, കോളത്തിൽ ശരിയുത്തരത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. ഓരോന്നിനും 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാകും. ശരിയുത്തരത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തണം. 1. അവ സുന്നത്തുകളിൽ പെട്ടതാണ്. ഓപ്ഷൻസ് നോക്കൂ. ഫാത്തിഹ, ഒന്നാമത്തെ അത്തഹിയാത്ത്, അവസാനത്തെ അത്തഹിയാത്ത്. ഫാത്തിഹ എന്താണ്? സുന്നത്താണോ? അല്ല, നിർബന്ധമാണ്. പിന്നെ അവസാനത്തെ അത്തഹിയാത്തും നിർബന്ധമാണ്. അപ്പോൾ അവ സുന്നത്ത് ഏതാണ്? ഒന്നാമത്തെ അത്തഹിയാത്ത്. 2. റവാത്തിബ് നിസ്കാരത്തിലെ റക്അത്തുകൾ. ഓപ്ഷൻസ് 22, 20, 10. ശരിയുത്തരം 22. 3. ഇമാമിനോട് തുടർന്ന് നിസ്കരിക്കുന്നു എന്ന് മൗമും കരുതൽ. ഓപ്ഷൻസ് ജമാഅത്തിൻ്റെ അദബ്, ജമാഅത്തിൻ്റെ ഫർള്, ജമാഅത്തിൻ്റെ ഷർത്ത്. ജമാഅത്തിൻ്റെ ഷർത്തിൽപ്പെട്ടതാണ് ഇമാമിനോട് തുടർന്ന് നിസ്കരിക്കുന്നു എന്ന് മൗമും കരുതൽ. അപ്പോൾ ശരിയുത്തരം ജമാഅത്തിൻ്റെ ഷർത്ത്. 4. കുനൂത്ത് മറന്നാൽ നിസ്കാരം. ഓപ്ഷൻസ് ശരിയാകും, ബാത്തിലാകും, മടക്കണം. കുനൂത്ത് എന്നത് അവ സുന്നത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ശരിയുത്തരം ശരിയാകും. 5. ജുമുഅ ഫർളാണ്. ഓപ്ഷൻസ് പുരുഷന്മാർക്ക്, സ്ത്രീകൾക്ക്, എല്ലാവർക്കും. ശരിയുത്തരം പുരുഷന്മാർക്ക്. 6. സ്വഹാബികൾ തറാവീഹ് നിസ്കരിച്ചിരുന്നത്. ഓപ്ഷൻസ് 10 റക്അത്ത്, 20 റക്അത്ത്, 8 റക്അത്ത്. ശരിയുത്തരം ഏതാണ്? 20 റക്അത്ത്. അടുത്ത പ്രവർത്തനം, ചേറുംപടി ചേർക്കുക. 7. അബഅൽ സുന്നത്ത്. 8. നോമ്പിൻ്റെ ഫർള്. 9. ജമാഅത്തിൻ്റെ ഷർത്ത്. 10. നോമ്പിൻ്റെ സുന്നത്ത്. 11. ഹൈആത്ത് സുന്നത്ത്. ഇപ്പുറത്ത് നോക്കൂ. എ. റുക്കൂ സുജൂദ് പോലെയുള്ളതിലേക്കുള്ള ഇമാമിൻ്റെ നീക്കങ്ങൾ അറിയുക. ബി. ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കൽ. സി. ഖുനൂത്തിനും സ്വലാത്തിനും നിൽക്കൽ. ഡി. റുക്കോയിലും സുജൂദിലും ദിക്ർ ചൊല്ലുക. ഇ. രാത്രിയിൽ നിയ്യത്ത് ചെയ്യൽ. ഓരോന്നിനും യോജിച്ച ഉത്തരത്തിൻ്റെ ലെറ്റർ അതിന് നേരെ എഴുതണം. 7. അബഅൽ സുന്നത്ത്. അതിന് ശരിയായത് സി. ഖുനൂത്തിനും സ്വലാത്തിനും നിൽക്കൽ. ഇനി 8. നോമ്പിൻ്റെ ഫർള്. ശരിയുത്തരം ഇ. രാത്രിയിൽ നിയ്യത്ത് ചെയ്യൽ. അപ്പോൾ ഇ എന്ന് എഴുതുക. 9. ജമാഅത്തിൻ്റെ ഷർത്ത്. ശരിയുത്തരം എ. റുക്കൂ സുജൂദ് പോലെയുള്ളതിലേക്കുള്ള ഇമാമിൻ്റെ നീക്കങ്ങൾ അറിയുക. 10. നോമ്പിൻ്റെ സുന്നത്ത്. ശരിയുത്തരം ബി. ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കൽ. 11. ഹൈആത്ത് സുന്നത്ത്. അതിന് ശരിയുത്തരം ഡി. റുക്കോയിലും സുജൂദിലും ദിക്ർ ചൊല്ലുക. സി, ഇ, എ, ബി, ഡി. അടുത്ത പ്രവർത്തനം, പൂരിപ്പിക്കുക. 12. ജമാഅത്ത് നിസ്കാരം പുരുഷന്മാർക്ക് ഡാഷ് ആണ്. അവിടെ പൂരിപ്പിക്കേണ്ടത് ഫർള് കിഫായ. ജമാഅത്ത് നിസ്കാരം പുരുഷന്മാർക്ക് ഫർള് കിഫായയാണ്. 13. ഷർത്തിന് ഡാഷ് വന്നാൽ നിസ്കാരം ബാത്തിലാകും. അവിടെ പൂരിപ്പിക്കേണ്ടത് ഭംഗം. ഷർത്തിന് ഭംഗം വന്നാൽ നിസ്കാരം ബാത്തിലാകും. 14. വെള്ളിയാഴ്ച പകലുകളിൽ സൂറത്ത് ഡാഷ് ഓതൽ പ്രത്യേകം സുന്നത്താണ്. അവിടെ പൂരിപ്പിക്കേണ്ടത് അൽ കഹഫ്. വെള്ളിയാഴ്ച പകലുകളിൽ സൂറത്തുൽ കഹഫ് ഓതൽ പ്രത്യേകം സുന്നത്താണ്. 15. വിത്ർ നിസ്കാരം ഡാഷിൽ മാത്രമേ ജമാഅത്ത് സുന്നത്തുള്ളൂ. അവിടെ പൂരിപ്പിക്കേണ്ടത് റമളാനിൽ. വിത്ർ നിസ്കാരം റമളാനിൽ മാത്രമേ ജമാഅത്ത് സുന്നത്തുള്ളൂ. 16. ഒരു നോമ്പ് നോറ്റവനെ നരകത്തിൽ നിന്ന് ഡാഷ് വർഷത്തെ ദൂരത്തേക്ക് അല്ലാഹു തആല അകറ്റും. അവിടെ പൂരിപ്പിക്കേണ്ടത് 70. ഒരു നോമ്പ് നോറ്റവനെ നരകത്തിൽ നിന്ന് 70 വർഷത്തെ ദൂരത്തേക്ക് അല്ലാഹു തആല അകറ്റും. 17. റമളാനിൽ മാത്രമാണ് ഡാഷ് നിസ്കാരം സുന്നത്തുള്ളത്. അവിടെ പൂരിപ്പിക്കേണ്ടത് തറാവീഹ്. റമളാനിൽ മാത്രമാണ് തറാവീഹ് നിസ്കാരം സുന്നത്തുള്ളത്. ഇനി അടുത്ത പ്രവർത്തനം, ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. 18. പുണ്യങ്ങളുടെ പൂക്കാലം. ഉത്തരം റമളാൻ. 19. പാവങ്ങളുടെ ഹജ്ജ്.
ഉത്തരം ജുമുഅ. 20 സുന്നത്തുകളിൽ ഏറ്റവും പ്രതിഫലമുള്ളത്. ഉത്തരം സുന്നത്ത് നിസ്കാരങ്ങൾക്ക്. 21 റവാത്തിബ് നിസ്കാരം മോക്കതായ റക്അത്തുകൾ. ഉത്തരം 10 റക്അത്ത്. 22 മീസാനിനെ നിറയ്ക്കുന്ന ദിക്ർ. ഉത്തരം അൽഹംദുലില്ലാ. 23 പെരുന്നാൾ നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് വിളിച്ചു പറയണം. എന്ത്? ഉത്തരം അസ്സലാത്തു ജാമിഅ. അടുത്ത പ്രവർത്തനം ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. 24 സുബഹിൻ്റെയും മഗ്രിബിൻ്റെയും ശേഷം 10 തവണ പ്രത്യേകം ചൊല്ലേണ്ട ദിക്ർ ഏതാണ്? ഉത്തരം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. 25 വെള്ളിയാഴ്ച സുബഹിക്ക് ശേഷം യാത്ര പോവൽ ഹറാമാണ്. ആർക്ക്? ഉത്തരം ജുമാ നഷ്ടപ്പെടുമെന്ന് വന്നാൽ അവർക്ക് വെള്ളിയാഴ്ച സുബഹിക്ക് ശേഷം യാത്ര പോവൽ ഹറാമാണ്. 26 നോമ്പിൻ്റെ ഫർളുകൾ ഏതെല്ലാം? ഉത്തരം എല്ലാ ദിവസവും രാത്രി നിയ്യത്ത് ചെയ്യൽ, നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കൽ എന്നിവയാണ്. 27 ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരങ്ങളിൽ 4 എണ്ണം എഴുതുക. ഉത്തരം 1 2 പെരുന്നാൾ നിസ്കാരങ്ങൾ, 2 ഗ്രഹണ നിസ്കാരം, 3 മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരം, 4 തറാവീഹ് നിസ്കാരം. 28 പെരുന്നാൾ നിസ്കാരത്തിൽ തക്ബീറുകൾക്കിടയിൽ ചൊല്ലേണ്ട ദിക്ർ ഏത്? ഉത്തരം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. 29 അബ്ആദ് സുന്നത്തുകളും ഹൈഅത്ത് സുന്നത്തുകളും തമ്മിലുള്ള വ്യത്യാസം എന്ത്? ഉത്തരം അബ്ആദ് സുന്നത്തുകൾ ഏതെങ്കിലും ഒഴിവാക്കിയാൽ സഹ്വിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. എന്നാൽ ഹൈഅത്ത് സുന്നത്തുകൾ മറന്നാൽ സഹ്വിന്റെ സുജൂദില്ല. 30 ഒരാളെ അഭിനന്ദിക്കാൻ അറബിയിൽ എന്താണ് പറയേണ്ടത്? ഉത്തരം ജസാക്കല്ലാഹു ഖൈറാ. അടുത്ത പ്രവർത്തനം 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. 31 അബ്ആദ് സുന്നത്തുകൾ. അപ്പോൾ നോക്കൂ, അബ്ആദ് സുന്നത്തുകൾ 7 എണ്ണമുണ്ട്. 1 ഒന്നാമത്തെ അത്തഹിയാത്ത്, 2 ഒന്നാമത്തെ അത്തഹിയാത്തിന് ശേഷമുള്ള സ്വലാത്ത്, 3 ഒന്നാമത്തെ അത്തഹിയാത്തിനും സ്വലാത്തിനും ഇരിക്കൽ, 4 സുബഹിലും റമദാൻ അവസാന പാതിയിലെ വിത്രിലുമുള്ള ഖുനൂത്ത്, 5 ഖുനൂത്തിന് ശേഷമുള്ള സ്വലാത്ത്, 6 ഖുനൂത്തിനും സ്വലാത്തിനും നിൽക്കൽ, 7 അവസാന അത്തഹിയാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന് വേണ്ടിയുള്ള സ്വലാത്ത്. 32 പെരുന്നാൾ നിസ്കാരം. അപ്പം നോക്കൂ, വലിയ പെരുന്നാൾ സുന്നത്ത് നിസ്കാരം ഇമാമോട് കൂടെ അദാ ആയി ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് അല്ലാഹുവിനെ ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി കൈകെട്ടുക. ദുആഉൽ ഇഫ്തിതാഹിന് ശേഷം 7 തവണ തക്ബീർ ചൊല്ലുക. തക്ബീറുകൾക്കിടയിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്ർ ചൊല്ലുക. ശേഷം ഫാത്തിഹയും സൂറത്തും ഓതുക. 2ാം റക്അത്തിൽ ഫാത്തിഹയ്ക്ക് മുമ്പ് 5 തവണ തക്ബീർ ചൊല്ലുക. ശേഷം ഫാത്തിഹയും സൂറത്തും ഓതുക. സലാം വീട്ടിയതിനു ശേഷം ഇമാം അറബിയിൽ 2 ഖുത്ബ ഓതുക. ആദ്യ ഖുത്ബ തുടങ്ങുമ്പോൾ 9 പ്രാവശ്യവും 2ാം ഖുത്ബ തുടങ്ങുമ്പോൾ 7 പ്രാവശ്യവും തക്ബീർ ചൊല്ലുക. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.